ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാൻ നിങ്ങളെ നല്ലൊരു അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്താമേ. ഇത് കണ്ടോ, ഇതാണ് റാഡിഷ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിൾ ആണിത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഇതിന്റെ ആ ഒരു രുചിയും മണമൊന്നും ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ഇത് ഞാൻ കാണിക്കുന്ന റെസിപ്പി ഇത് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്, ഒരു മൂളി പറാത്ത. ഇതിലൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇവിടെ ഹസ്ബൻഡിന്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ ഒരു റാഡിഷ് പറാത്ത. അപ്പൊ ഉണ്ടാക്കി നോക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. നമ്മുടെ മൂളി പൊറാത്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട കേട്ടോ. നമുക്കിപ്പോ തന്നെ റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ റാഡിഷ് അതിന്റെ പുറത്തെ ആ ഒരു സ്കിന്നൊന്ന് ഇങ്ങനെ മാറ്റിക്കളയാം. പിന്നെ ചെത്തിയെടുക്കുന്നേക്കാളും നല്ല ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. നന്നായിട്ട് അതിന്റെ ആ ഒരു സ്കിൻ മാറ്റിയെടുത്ത ശേഷം കഴുകണ്ട, ഞാൻ കഴുകിയെടുത്ത ശേഷമാണ് എൻ്റെ സ്കിൻ കളഞ്ഞെടുത്തത്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിന്റെ ആ ഒരു ഗ്യാസ് പോലൊരു ടേസ്റ്റ് ഇല്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യുന്നുണ്ട്. ചിലരിത് കുക്ക് ചെയ്യാണ്ട് റോ ആയിട്ട് തന്നെ പറാത്ത ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷെ ഒരുപാട് സമയത്ത് കുക്ക് ചെയ്യാണ്ട് ഒരു 6-7 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഓരോരുത്തരും എരിവിന് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള റാഡിഷ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാനുള്ളതാണല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി പൊടികൾ. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ റാഡിഷിന്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആണേ. നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഉരുളയേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് വേണം എടുക്കാനായിട്ട്. സാധാരണ എടുക്കുന്നതിനേക്കാളും ഇത്തിരി കൂടെ വലുതായിട്ട് കേട്ടോ. കാരണം ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പൊ ഷേപ്പ് ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല. നമ്മളിത് സാധാരണ ഈ മടക്ക് പറാത്തയില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് കുഴിച്ചെടുത്ത ശേഷം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. മുന്നേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം ഒരു 1.5 സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം പൊട്ടിപ്പോവാണ്ട് മെതുവെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഒരുപാട് തിന്നാക്കണ്ട, ഒരു ചെറിയൊരു തിക്നെസ് വേണം. എന്നിട്ട് നമുക്ക് പതിയെ, ഒരുപാട് ഇങ്ങനെ ബലം പ്രയോഗിക്കരുത്, പതിയെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് നെയ്യ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ പതിയെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടൊരു തവ വെച്ച് കൊടുത്ത ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെയ്യ് വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ട. കാരണം നെയ്യ് അത്യാവശ്യം വേണ്ട ഒരു റെസിപ്പിയാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ്. ഒരു സൈഡ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും വിട്ട് 2 സൈഡും നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നവരെ എടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കസൂരിമേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മൂളി പറാത്ത ഉണ്ടാക്കുമ്പോൾ കസൂരിമേത്തി ചേർക്കാറില്ല. ഇപ്പം പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് കൂടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. റാഡിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആരും പറയത്തില്ല കഴിക്കുമ്പോൾ. റാഡിഷിന് ഒരു ചവർപ്പ് ടേസ്റ്റ് അല്ലേ, പക്ഷെ ഇത് കഴിക്കുമ്പോൾ ആ കൂണിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നു. കൂണല്ല, ശരിക്കും അതുപോലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പക്ഷെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതിന്റെ അകംഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് മുറിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അകംഭാഗം എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതിനോട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് തനിയെ കഴിക്കാനും നല്ലതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. റാഡിഷ് കുട്ടികൾ ഒരിക്കലും കഴിക്കത്തില്ലാത്തൊരു വെജിറ്റബിൾ അല്ലേ.
പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഇവർക്കത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഇതിനോട് കോമ്പിനേഷൻ എന്താന്ന് ചോദിച്ചാല് തൈരും അച്ചാറും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിക്കാറുള്ളത്. തൈരെന്ന് പറയുമ്പം അധികം പുളിയില്ലാത്ത യോഗർട്ട് പോലുള്ള യോഗർട്ട് വെച്ചിട്ട് കഴിക്കാം. അധികം പുളിയില്ലാത്ത തൈരിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് അതും പിന്നെ ഏതെങ്കിലും അച്ചാർ. ഞാനിപ്പോ ഇവിടെ ഇലുമൻ പുളി അച്ചാർ എടുത്തേക്കുന്നത്. നാരങ്ങ അച്ചാർ നല്ലതാണ്, മാങ്ങ അച്ചാർ നല്ലതാണ്. എല്ലാത്തിന്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ആ നെയ്യുടെ ടേസ്റ്റും ആ തൈരിന്റെ പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ആ ചെറിയ മധുരവും പിന്നെ അച്ചാറിന്റെ എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.